ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും 12 നമ്മൾ അഷ്ടാംഗയോഗത്തിലെ 4-ാം ദശകം, നാരായണീയം നാലാം ദശകത്തിലെ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. ഇനി ഈ ദശകത്തിൽ 15 ശ്ലോകങ്ങളുണ്ട്. ഒരു 3 എണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇതെല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇനി 13-ാമത്തെ ശ്ലോകം തൊട്ട് പഠിക്കാം. 3 ശ്ലോകങ്ങൾ കൂടി ഈ 4-ാം ദശകത്തിലത്തെ പഠിക്കാം. 12-ാം ദശകത്തിൽ നമ്മുടെ അഷ്ടാംഗയുഗപ്രകാരം ഭഗവാനിലെത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഉപാസകൻ, അതിൻ്റെ ജീവാത്മാവിൻ്റെ ഗതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവാത്മാവ് ബ്രഹ്മലോകം വരെ എത്തി എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. അതിന് ശേഷമുള്ളത് നമുക്ക് 13-ൽ പഠിക്കാം. 13-ാം ശ്ലോകം ചൊല്ലി നോക്കാം. തത്ര വാ തവ പഥേധവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തദാം സ്വേച്ഛയാ ഖലു പുരാഭിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ തത്ര വാ തവ പദേ അഥവാ, പദേധവ എന്നുള്ളത് ആ എഫ് പോലെയുള്ള അടയാളം വന്ന ആന്നുണ്ട് എന്നാണ് ആ ഉച്ചരിക്കണം. അപ്പോൾ ഉച്ചരണം വേറെ ആയിട്ട് എടുക്കണ്ട, പദേധവ എന്ന് വായിച്ചാൽ മതി. വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തദാം സ്വേച്ഛയാ ഖലു പുരാഭി എന്നുള്ളത് പുരാ പ്ലസ് അഭി മുച്ഛതേ സംവിഭിദ്യ ജഗദണ്ഡം ഓജസ. ഓജസ എന്നാണ് ഭാഗം. ജഗദണ്ഡം പ്ലസ് ഓജസ. അത്രയും പദങ്ങൾ നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ തത്ര വാ പറഞ്ഞാൽ അവിടെ, അല്ലെങ്കിൽ ആ ബ്രഹ്മലോകത്തിലാണല്ലോ അവരെത്തിയിരിക്കുന്നത്. ആ ജീവാത്മാവ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത് ബ്രഹ്മലോകത്ത് വരെ എത്തി എന്നാണ്. അപ്പോൾ ആ ജീവാത്മാവ് ആ ബ്രഹ്മലോകത്തിലോ അഥവാ, അതാണ് പദേ അഥവാ എന്നുള്ളതിന് അഥവാ പറഞ്ഞാൽ അല്ലെങ്കിൽ, തവ പദേ അതാണ് തത്രവാ തവ പദേ അഥവാ എന്ന് വരുന്നത്. തവ പദേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പദത്തിലോ വൈകുണ്ഠത്തിലോ വസിക്കുന്നവനായിട്ട് ബ്രഹ്മലോകത്തിൽ നിന്ന് ആ ജീവാത്മാവ് ഭൃഗുനാരദാദികളോട് കൂടിയിട്ട് വൈകുണ്ഠത്തിലെത്തുന്നു, ഭഗവാന്റെ പദത്തിലെത്തുന്നു. എന്നിട്ട് അല്ലെങ്കിൽ അങ്ങയുടെ പദത്തിൽ എത്തുന്നു. എന്നിട്ട് പ്രാകൃത പ്രളയം വരും. ഇത് കഴിഞ്ഞാൽ എല്ലാം നശിക്കുന്ന ഒരു പ്രാകൃത പ്രളയം വരും. ആ പ്രാകൃത പ്രളയം ഉണ്ടാകുമ്പോൾ, അതാണ് പ്രാകൃത പ്രളയേ എന്ന് പറയുന്നത്. ആ പ്രാകൃത പ്രളയം വന്നാലോ അവർ മുക്തിയെ ഏതി പ്രാപിക്കുന്നു. പ്രാകൃത പ്രളയം വരുമ്പോൾ അവർക്കും ഭഗവാനിൽ അവരുടെ പഞ്ചഭൂതങ്ങളെയെല്ലാം വെടിവിച്ചിട്ട് മുക്തി പ്രാപിക്കണം, ഭഗവാനിൽ ലയിക്കണം. അപ്പോഴാണ് അവർ ഭഗവാനിൽ തിരിച്ച് ലയിക്കുക. അങ്ങനെ അവർ മുക്തിയെ പ്രാപിക്കുന്നു. അന്യഥ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അതിന് മുമ്പ് പുരാ അഭി പറഞ്ഞാൽ പ്രാകൃത പ്രളയം വരുന്നതിന് അവർക്ക് അറിയാം, പ്രാകൃത പ്രളയം വരും, ഇതെല്ലാം നശിക്കുമെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ അവർക്ക് അതിന് മുമ്പ് തന്നെ, പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെ സ്വേച്ഛയാ പറഞ്ഞാൽ എന്താണ്? തൻ്റെ ഇഷ്ടപ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരമാണ് പിന്നെ എല്ലാം. ഓജസ തൻ്റെ ഓജസ് കൊണ്ട്, അതായത് യോഗബലം കൊണ്ട്, ധ്യാനം കൊണ്ടും സമാധി കൊണ്ടും നേടിയ ഓജസ് കൊണ്ട് ജഗദണ്ഡം പറഞ്ഞാൽ ബ്രഹ്മാണ്ഡം, ആ ബ്രഹ്മാണ്ഡത്തെ സംവിഭിദ്യ പിളർന്നിട്ട് ഭേദിച്ചിട്ട് മുച്ഛതേകലു മുക്തനായി ഭഗവാനിൽ ലയിക്കുന്നു അവർ എന്ന് പറയുന്നു. ആ ജീവാത്മാവ് ഭഗവാനിൽ ലയിക്കുന്നു. അതാണ് ക്രമമുക്തിയായിട്ട് വരുന്ന ഒരു ജീവാത്മാവിൻ്റെ സഞ്ചാരമാണ് ഇവിടെ പറഞ്ഞത്. മഹർലോകത്തിൽ നിന്ന് സത്യലോകത്തിലെത്തിയാൽ സത്യലോകത്തിലും അതിൻ്റെ ഭാഗമായി വൈകുണ്ഠത്തിലും പുണ്യാത്മാക്കളുടെ സഹവാസത്തോടുകൂടി ഈ ഉപാസകൻ്റെ ജീവാത്മാവ് ബ്രഹ്മപ്രളയകാലം വരെ അവിടെ കഴിയാം. എത്ര കാലം അവർക്ക് ഇരിക്കണോ അതുവരെ കഴിയാം. അങ്ങനെ ദിവ്യലോകത്തിലെ സുഖാനുഭവങ്ങളൊക്കെ മതി എന്ന് തോന്നിയാൽ സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെയോ
തൻ്റെ ഓജസ് കൊണ്ട് ബ്രഹ്മാണ്ടം ഭേദിച്ച് മുക്തനാകുന്നു എന്ന്. നിർവികൽപ്പ സമാധിക്ക് ശേഷമുള്ള ജീവാത്മാവിൻ്റെ ഗതി സ്വതന്ത്രമാണ്. ആർക്കും അതിന് തടയാൻ പറ്റില്ല. ആ ആത്മാവിൻ്റെ എന്താണ് ഇഷ്ടം അത് പ്രകാരം അതിന് ചെയ്യാം. ലിംഗശരീരത്തോടെ ആണ്, ലിംഗശരീരം ഉപേക്ഷിച്ചോ ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തു കിടക്കുന്ന ജീവാത്മാവിൻ്റെ സദ്യോമുക്തിയോ ക്രമമുക്തിയോ നമ്മൾ അതിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സ്വീകരിക്കാമെന്ന് പഠിച്ചു. ഇവിടെ ക്രമമുക്തി സ്വീകരിച്ച ഒരു ജീവാത്മാവിൻ്റെ ഗതിയാണ്. ബ്രഹ്മപ്രളയകാലം വരെ വേണമെങ്കിൽ അതിന് സത്യലോകത്തിലോ വൈകുണ്ഠത്തിലോ കഴിഞ്ഞ് അതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ബ്രഹ്മാണ്ടം ഭേദിച്ച് ഭഗവാനെ ലയിച്ച് മുക്തി നേടാം. അതാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് നേടിയ യോഗബലമാണ് ഈ ബ്രഹ്മാണ്ട വേദത്തിന് പോലുമുള്ള ശക്തി ഈ ജീവാത്മാവിന് നൽകിയത്. ആ യോഗബലത്തെ കുറിക്കാനാണ് ഇവിടെ ഓജസ് എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രളയം തന്നെ 4 വിധമുണ്ട്. നിത്യം, നൈമിത്തികം, പ്രാകൃതം, ആത്യന്തികം എന്ന് പറഞ്ഞിട്ട് 4 തരം പ്രളയമാണ് ഉള്ളത്. ഒരു കൽപ്പകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്രഹ്മാവിൻ്റെ പകല്. ആ പകൽ കഴിയുമ്പോൾ രാത്രിയാവും ബ്രഹ്മാവിന്. അപ്പോൾ ആ രാത്രി, ബ്രഹ്മാവിൻ്റെ രാത്രി ഈ സൃഷ്ടിച്ചതൊക്കെ ഇല്ലാതാവും. അതാണ് നിത്യപ്രളയം. നിത്യവും ആവർത്തിക്കുന്നത് എന്നർത്ഥം. 14 മന്വന്തരം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രളയമാണ് നൈമിത്തികം. 14 മന്വന്തരം കഴിഞ്ഞിട്ട് ഒരു പ്രളയം ഉണ്ടാവും. അത് നൈമിത്തിക പ്രളയം. അങ്ങനെ ആ വൈകുണ്ഠാദി ലോകങ്ങളെല്ലാം നശിക്കുന്നത് ഒരു ബ്രഹ്മപ്രളയമുണ്ട്. അതാണ് പ്രാകൃത പ്രളയം എന്ന് പറയുന്നത്. പിന്നെ എല്ലാം നശിക്കണത്, സൃഷ്ടിയും നശിച്ച പുനരാവൃത്തി ഇല്ലാതെ എല്ലാം ബ്രഹ്മത്തിൽ ലയിക്കുന്ന ഒരു പ്രളയമുണ്ട്. അതാണ് ആത്യന്തിക പ്രളയം. ഈ പ്രാകൃത പ്രളയം വരെ ജീവാത്മാവും ജീവികളും എല്ലാം പ്രപഞ്ചത്തിൽ ഉണ്ടാവുള്ളൂ. ആത്യന്തിക പ്രളയ സമയത്തൊന്നും ഒന്നും അവശേഷിക്കില്ല ബ്രഹ്മാണ്ടത്തിൽ എന്നർത്ഥം. അങ്ങനെ ഇതുവരെ നമ്മൾ ബ്രഹ്മാണ്ടം ഭേദിച്ച് ആ ജീവാത്മാവ് ഭഗവാനിൽ ലയിക്കുന്നു എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ് ഈ ബ്രഹ്മാണ്ട പ്രളയം ഭേദിക്കൽ എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പഠിക്കാം. 14ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. തസ്യ ചിദിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതീഃ തത്തതാത്മകതയാ വിശൻ സുഖി യാദിതേ പദമനാവൃതം വിഭോ. പദച്ഛേദം നോക്കുമ്പോൾ വിഭോ പറഞ്ഞാൽ സർവശക്തനായ ഭഗവാനെ എന്നർത്ഥം. ഇവിടെ പദങ്ങൾ പിരിച്ചു നോക്കുമ്പോൾ തസ്യ ച ചിതി പയഃ മഹ അനില ദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി. ഇത്രയും പദങ്ങൾ. മഹ പറഞ്ഞ തേജസ്സിനാണ് പറയണത്. പയോ പറഞ്ഞ ജലം. അപ്പോൾ ക്ഷിതി പറഞ്ഞ ഭൂമി. അപ്പോൾ ക്ഷിതി പയ മഹോ അനില പറഞ്ഞ അഗ്നി, അനില കാറ്റ്, ദ്യോ പറഞ്ഞ ആകാശം, മഹത് പ്രകൃതി സപ്തകാവൃതി. ഇങ്ങനെ 7 ആവരണങ്ങൾ. തദാത്മകതയാ, തത്തദാത്മകയാ പറഞ്ഞ തത് ആത്മകതയാ വിശൻ സുഖി യാതി തേ പദം അനാവൃതം വിഭോ. ഇത്രയും പദങ്ങളാണ് വരുന്നത്. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. വിഭോ പറഞ്ഞ സർവശക്തനായ ഭഗവാനെ. തസ്യജ പറഞ്ഞാൽ അതിൻ്റെ ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ആകട്ടെ എന്നാണ്. ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ആകട്ടെ ക്ഷിതി പയ മഹോ അനില ദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി. അതായത് 7 ആവരണങ്ങൾ. ക്ഷിതി 1, ക്ഷിതി പറഞ്ഞാൽ ഭൂമി, പൃഥ്വി. പയസ് പറഞ്ഞ ആപ്പ് ജലം. മഹസ് തേജസ് 3ാമത്തെ ആവരണം. അനില പറഞ്ഞ വായു. ദ്യോ പറഞ്ഞ ആകാശം. മഹത് പറഞ്ഞ മഹത്തത്വം. പ്രകൃതി പറഞ്ഞ മായ. അപ്പോൾ 7 ആവരണമായി. ഈ ബ്രഹ്മാണ്ടത്തിന് 7 ആവരണങ്ങളാണ്. ആ 7 ആവരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിനെ ഈ 7 ആവരണങ്ങളെ തദാത്മകതയാ, അതാതുകളുടെ ആത്മകത കൊണ്ട്, അല്ലെങ്കിൽ അതാതിൻ്റെ സൂക്ഷ്മരൂപമായിട്ട്, അതായത് പൃഥ്വിയുടെ രൂപം എടുത്തിട്ട് അതിൻ്റെ എവിടെ നിന്ന് വന്നോ അതിലേക്ക് ലയിക്കുക. അങ്ങനെ പയസ് അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ അത് ലയിക്കുക. അങ്ങനെ ഓരോന്നും അതാതിൻ്റെ ആത്മകത കൊണ്ട് സൂക്ഷ്മരൂപമായി വിശൻ പ്രവേശിച്ച് അതിലേക്ക് തന്നെ പ്രവേശിച്ച് സുഖം അനുഭവിക്കുന്നതായി. പിന്നെ എല്ലാം അതാതിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ്
ആനന്ദം അനുഭവിക്കുന്നവനായി. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് അനാവൃതം തേ പദം, ആവരണമൊന്നുമില്ലാത്ത അങ്ങയുടെ സ്ഥാനത്തെ യാതി പ്രാപിക്കുന്നു. അങ്ങനെയാണ് ബ്രഹ്മാണ്ടം ഭേദിക്കൽ നടക്കുന്നത്. അതായത് ബ്രഹ്മാണ്ട ഭേദന എങ്ങനെയാണെന്നാണ് വിവരിക്കുന്നത് ഇവിടെ. നമ്മൾ ബ്രഹ്മാണ്ടത്തിൻ്റെ ആവരണം ഈ പഞ്ചഭൂതങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ക്ഷിതി, പയസ്, മഹസ്, അനില, ദ്യോ, മഹത്ത്, പിന്നെ പ്രകൃതി, മഹത്, മഹത്തത്വം, അത് 2 വേറെ. അങ്ങനെ 7 ആവരണങ്ങൾ കൂടി ചേർന്ന ഈ ലിംഗദേഹം, ഈ ലിംഗദേഹം കൊണ്ടാണല്ലോ അത് വരുന്നത്. ഈ ലിംഗദേഹത്തിന് 7 ആവരണങ്ങളുണ്ട്. ഈ 7 ആവരണങ്ങളെ അതാതിൻ്റെ സൂക്ഷ്മ രൂപത്തിലേക്ക് അത് ലയിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം ഭഗവാന്റെ അനാവൃതമായ രൂപത്തിൽ അത് ലയിക്കുന്നു എന്നാണ്. അതെങ്ങനെയാണ് ലയിക്കുക? കൂർമ്മം ഒരു ആമ അതിൻ്റെ അംഗങ്ങളെ എങ്ങനെയാണോ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതേപോലെ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയകാരണങ്ങളെയും അതിൽ ലയിപ്പിക്കുകയാണ് അത് ചെയ്യണത്. ആദ്യമായി പൃഥ്വി ഘ്രാണേന്ദ്രിയത്തെ ഭൂമിയിൽ ലയിപ്പിക്കുന്നു, പൃഥ്വിയിൽ ലയിക്കുന്നു അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ. ആപ്പ് പറഞ്ഞ ജലം, അതിൻ്റെ കാര്യമായ എന്താണ്? അതിൻ്റെ രസമാണ്. അപ്പം രസം അറിയാനുള്ള ഇന്ദ്രിയത്തെ, രസനയെ അതിൻ്റെ ആപ്പിൽ ലയിക്കുന്നു. തേജസ്സിൻ്റെ കാര്യമായ കാഴ്ച, അത് തേജസ്സിൽ ലയിപ്പിക്കുന്നു. പിന്നെ അതിനെ കാണാൻ സാധിക്കില്ല. വായുവിൻ്റെ കാര്യമായ പഞ്ചപ്രാണങ്ങളാണ്, അത് സ്പർശനേന്ദ്രിയമായ ത്വക്ക് മുതലായവ, അത് വായുവിൽ ലയിപ്പിക്കുന്നു. അത് ഓരോന്നിനെയും അതാതിലേക്ക് കൊടുക്കുന്നു. ഓരോ ഭൂതവും ലിംഗശരീരത്തിൽ നിന്ന് വേർപെട്ട് മൂലഭൂതങ്ങളിൽ ലയിക്കുക. അതാണ് ഈ ബ്രഹ്മാണ്ടം ഭേദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? മനസ്സും ബുദ്ധിയും മാത്രം ഉണ്ടാവും. അപ്പം ബ്രഹ്മത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടാണ് ഈ ബ്രഹ്മാണ്ടത്തിനുള്ള ഭാവത്തെയാണ് മഹത്തത്വം എന്ന് പറയുക. നമ്മുടെ ഈ ജീവാത്മാവ് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ഈ ജീവാത്മാവിന് ബ്രഹ്മത്തിൽ നിന്ന് വേർപെട്ടിട്ടുള്ള വ്യക്തിത്വം നൽകുന്നതും ഈ മഹത്തത്വം തന്നെയാണ്. അത് സൃഷ്ടിയുടെ ഒരു ആദ്യത്തെ ഭാവമാണത്. അപ്പം ലിംഗശരീരത്തിലെ മഹത്തത്വം ബ്രഹ്മാണ്ടത്തിലെ മഹത്വത്തിൽ ലയിപ്പിച്ചു കഴിയുമ്പോൾ ജീവാത്മാവ് സ്വതന്ത്രമായി പരമാത്മസ്വരൂപമായ ബ്രഹ്മവുമായി സായുജ്യം പ്രാപിക്കലാണ്. അങ്ങനെയാണ് അഷ്ടാംഗയോഗ പ്രകാരം ധ്യാനം സമാധി നേടിയ ഒരു ജീവാത്മാവ് ക്രമമുക്തിയോട് കൂടിയിട്ട് അവസാനം ബ്രഹ്മത്തിൽ ലയിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് വളരെ മനസ്സിലാക്കാണ്ട് കുറച്ച് നന്നായി കേട്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ആദ്യം നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ ഈ ശരീരം, ഇന്ദ്രിയവാസനകളും ഭൂത ഗ്രാമ സമുച്ചയരുമായ ശരീരവും ഭഗവാന്റെ ദർശനത്തിന് തടയുന്ന ആവരണങ്ങളാണ് ഇതെല്ലാം. ഈ പഞ്ചഭൂതങ്ങളും ബ്രഹ്മതത്വവും പ്രകൃതിയും ഒക്കെ. അപ്പോൾ അത് ഓരോന്നായിട്ട് ഉപേക്ഷിക്കുമ്പോൾ ഭഗവാനെ കാണാനുള്ള ആ പദം അനാവൃതം അത് തുറന്നു തരുന്നു നമുക്ക്. അങ്ങനെ തെളിഞ്ഞ ഭഗവാന്റെ സ്വയം പ്രകാശരൂപമായ ബ്രഹ്മത്തിൽ ബ്രഹ്മഭിന്നമായ എൻ്റെ ജീവൻ അലിഞ്ഞു ചേരണമേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിലുള്ള ഒരു മുക്തിയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമുക്ക് 15ാമത്തെ ശ്ലോകം നോക്കാം. 15ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ഛരന്തമനിലേശ പാഹി മാം. ഹരേ കൃഷ്ണ. പദങ്ങൾ നോക്കുമ്പോൾ അർച്ചിരാദിഗതിം ഈദൃശീം വ്രജൻ 2 വാക്ക് വരും. അർച്ചിരാദിഗതിം ഒരു വാക്ക്, ഈദൃശീം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവത് ഗുണോദയാൻ ഉച്ഛരന്തം അനിലേശ പാഹിമാം. ഉച്ഛരന്തം പ്ലസ് അനിലേശ പാഹിമാം, ഇത്രയും പദങ്ങളാണ് വരുന്നത്. നമുക്ക് അന്വയപ്രകാരം നോക്കുമ്പോൾ ഹേ ജഗത്പദേ, ഭഗവാനെ വിളിക്കുന്നത് ജഗത്തിൻ്റെ പതിയായ അല്ലയോ ഭഗവാനെ. ഈദൃശ്യം പറഞ്ഞാൽ ഇപ്രകാരമുള്ള, നമ്മളിപ്പോൾ ഒരു ജീവാത്മാവിൻ്റെ ഗതി ബ്രഹ്മത്തിൽ ലയിക്കാനുള്ള എങ്ങനെയാണ് ജീവാത്മാവ് ഉപാസകൻ്റെ ലയിക്കണത് എന്ന് നമ്മൾ പഠിച്ചു. ഇപ്രകാരമുള്ള അർച്ചിരാദി തുടങ്ങിയ ഗതിയെ വ്രജൻ പ്രാപിക്കുന്നവനായ ജീവാത്മാവ് വിച്യുതിം
വീഴ്ചയെ ന ഭജതെ പ്രാപിക്കുന്നില്ല. അതായത് ഇങ്ങനെ പോയ ഒരു ജീവാത്മാവ്, ഭഗവാനിൽ ലയിച്ച ഒരു ജീവാത്മാവിന് ഇനിയൊരു തിരിച്ചു വരവില്ല, അതിനി താഴോട്ട് വരില്ല, അത് ഭഗവാനിൽ ലയിച്ചു എന്നാണ് പറയണത്. അത് ഇനി ഒരു താഴ്ച അതിന് പ്രാപിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് ഹേ സച്ചിദാത്മക, പിന്നെ ഭഗവാനോട് പറയണേ, ഹേ സച്ചിദാനന്ദ രൂപ അനിലേശ, അനിലേശ പറഞ്ഞ ഗുരുവായൂരപ്പ വായുപുരേശ, ഭവത് ഗുണോദയാൻ, നിന്തിരുവടിയുടെ ഗുണോദയങ്ങളെ ഉച്ചരന്തമാം, ഉച്ചരിക്കുന്ന എന്നെ പാഹി, രക്ഷിക്കണമേ എന്ന് പറയണം. ഹരേ കൃഷ്ണ. ജഗത്പതിയായ ഗുരുവായൂരപ്പനോട് പറയാണ്, ഇപ്രകാരം ക്രമമുക്തി പ്രാപിച്ച അർച്ചിരാദി തുടങ്ങിയ ഗതിയെ പ്രാപിച്ച ഒരു ജീവാത്മാവിന് അധപ്പതനം ഉണ്ടാവില്ല, അതിനൊരു തിരിച്ചു വരവ് ഭൂമിയിൽ വന്ന് അനുഭവിക്കേണ്ടി വരില്ല എന്നർത്ഥം. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനോട് വീണ്ടും പറയാണ്, ഞാൻ അങ്ങയുടെ ഗുണോദയങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ അഷ്ടാംഗയോഗം കൊണ്ട് നേടാവുന്ന പരമപദത്തെ, അതിലെത്താനുള്ള ഭിന്ന മാർഗങ്ങളെയൊക്കെയാണ് നമ്മൾ ഈ 14 ശ്ലോകം കൊണ്ട് പഠിച്ചത്. അഷ്ടാംഗയോഗം ദീർഘമായ അനുഷ്ഠാനം കൊണ്ടേ സാധിക്കുള്ളൂ. അഷ്ടാംഗയോഗം കൊണ്ട് ഒരു ദിവസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഈ ഗതി നേടാൻ പറ്റില്ല, കാലങ്ങൾ വേണം അതിന്. അപ്പം അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ വിജയത്തിന് ആധാരമായ സിദ്ധികളൊക്കെ അതുകൊണ്ടുണ്ടാവും. പിന്നെ അവസാനം ആത്യന്തികമായിട്ട് അതിന് മോക്ഷവും ലഭിക്കും. ഓരോ ഘട്ടത്തിലും യോഗ സാധനങ്ങളിൽ നിന്ന് തിരിച്ച് പോകാനുള്ള, അതൊന്നും തിരിഞ്ഞു പോകാനുള്ള, നമ്മുടെ ശ്രദ്ധ മാറി പോകാനുള്ള സാധ്യതയും ആചാര്യം ഇവിടെ പറഞ്ഞു തന്നു നമുക്ക്. അഷ്ടാംഗയോഗത്തിന് ആവശ്യമായ ആരോഗ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഒരു ഗതി കിട്ടാനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഭഗവാന്റെ അനുഗ്രഹവും ആവശ്യമാണ് നമുക്ക്. പക്ഷെ ഇവിടെ പറയണത് എന്താണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അഷ്ടാംഗയോഗത്തിൻ്റെ പ്രാധാന്യം നല്ലത് തന്നെ, അതിനെ എതിർക്കണില്ല ആചാര്യൻ. വേറൊരു ഉപദേശം കൂടി നമുക്ക് തരുന്നുണ്ട് ഈ ശ്ലോകത്തിൽ തന്നെ. അത് പറയുകയാണ്, സച്ചിദാത്മക ഭവത് ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹിമാമെന്ന്. അതായത് ഇതൊന്നും വേണ്ട, അഷ്ടാംഗയോഗ പ്രകാരമൊക്കെ നമ്മൾ പോയിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്ത് മാത്രം മതി? അങ്ങയുടെ ഭക്തി, അങ്ങയുടെ കഥകൾ ഉച്ചരിക്കുക, അങ്ങയുടെ നാമങ്ങൾ ചൊല്ലുക, അതിനെ നമ്മൾ ഭഗവാന്റെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഭഗവാന്റെ ഗുണങ്ങൾ ഉച്ചരിക്കുന്നതുകൊണ്ട്, ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അഷ്ടാംഗയോഗത്തേക്കാൾ അത് ഫലപ്രദമാണ് ഭഗവാനെ. അതുകൊണ്ട് ഞാൻ നിന്തിരുവടിയുടെ ഗുണങ്ങൾ കീർത്തിക്കാം. ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. ഇത് നമുക്കൊക്കെ എളുപ്പത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. അഷ്ടാംഗയോഗ പ്രകാരം നമുക്ക് കഷ്ടപ്പെടാൻ സാധിക്കില്ല, അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തിക്കുക, കഥകൾ കേൾക്കുക, സ്തുതികൾ ചൊല്ലുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഗുരുവായൂരപ്പൻ, അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ നമ്മളെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. 4ാമത്തെ അഷ്ടാംഗയോഗം കഴിഞ്ഞു നമ്മുടെ ദശകം. അടുത്തത് 5ാമത്തെ ദശകം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീമദ് നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും യോഗസിദ്ധിയും. കല്യതാം മമ കുരുഷതാവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യദൃഢദാദിഭിർയമൈഃ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ. കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാത്യമഭിവാ ഭവത്പരാഃ. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ. ഇന്ദ്രിയാണി വിഷയാദദാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാഃ. അസ്ഫുടേ വപുഷി തേ പ്രയത്നദോ ധാരയേമധിഷണാം മുഹുർമുഹു. തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദം ഘ്രിചിന്തകാഃ. വിസ്ഫുടാവയവഭേദസുന്ദരം
त्वद्वो सुचिरशीलनावशाद आश्रमं मनसि चिन्तयामहे ध्यानयोगनिरतास्त्वदाश्रयाः ध्यायतां सकलमूर्तिमीदृशीमुन्मिषन् मधुरदाहृदात्मनां सान्द्रमोदरसरूपमान्तरं ब्रह्मरूपमयि तेव भासते तल्स्वमास्वदनरूपिणीं स्थितिं त्वल्समाधिमयि विश्वनायका आश्रिता पुनरदः परिच्युतो आरभेमहि च धारणादिकम् इत्थमभ्यसननिर्भरोल्लसत् त्वत्परात्मसुखकल्पितोत्सवाः मुक्तभक्तकुलमौलितां गदाः सञ्चरेम शुकनारदादिवद त्वत्समाधिविजयेदुय पुनर्मङ्क्षुमोक्षरसिकक्रमेण वा योगवश्यमनिलं षडाश्रयैः उन्नयत्यजसुषुम्नयाशनैः लिङ्गदेहमभिसन्ध्यजन्नधो लीयते त्वयि परे निराग्रह ऊर्ध्वलोककुतुकीतुमूर्धतः सार्धमेव करणैर्निरीयते अग्निवासरवलक्षपक्षगेरुत्तरायणजुषा च दैवदैः प्रापितो रविपदं भवत्परो मोदवान् ध्रुवपदान्तमीयते आस्तितोदमहरालये यदा शेषवक्त्रदहनोष्मणार्द्यते ईयते भवदुपाश्रयस्तदा वेधसः पदमदः पुरैव वा तत्र वा तव पदेधवा वसन् प्राकृतप्रलय एति मुक्तदां स्वेच्छया खलु पुराभिमुच्यते संविभिद्य जगदण्डमोजसा तस्य च क्षितिमयोपयो निलद्यो महत् प्रकृतिसप्तकावृतिः तत्तदात्मगतया विशन् सुखी यादि ते पदमनावृतं विभो अर्चिरादिगतिमीदृशीं व्रजन् विच्युतिं न भजते जगत्पदे सच्चिदात्मकभवद्गुणोदयानुच्चरन्तम् अनिलेश पाहि माम् गोपिका जीवनस्मरणं गोविन्द गोविन्द नारायणाखिलगुरो भगवन्नमस्ते।